ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് യാതൊരു ടിപ്സും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഒരുപാട് നല്ല വിശേഷങ്ങളാണ്. നല്ല വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള വിശേഷങ്ങൾ. അപ്പം രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളും പിന്നെ ഉച്ചയ്ക്കത്തെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ വീഡിയോയിലൂടെ കാണിക്കുന്നുള്ളൂ. അപ്പം വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അനിയത്തി വരുവാണ്. അപ്പോൾ അവൾ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ജയ ചേച്ചിയൊക്കെ വീട്ടിൽ അവർ ചേട്ടത്തി അനിയത്തിമാരൊക്കെ കൂടിയിരുന്ന് കഥയൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഒരുപാട് കുശുമ്പും തോന്നാറുണ്ട്, സന്തോഷവും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കുഞ്ഞിലേ മുതൽ പഠിക്കാൻ പോകുന്നതും വളർന്നതെല്ലാം. അതുകൊണ്ട് അവളോടൊരു പ്രത്യേക ഒരു അടുപ്പമാണ്. അപ്പോൾ അവളും ഇന്ന് വരുന്നുണ്ട്. അവളും ഹസ്ബൻഡും മോനും കൂടാണ് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയുടെ ഹോം ടൂറും ഒക്കെ കാണിച്ചിട്ടുള്ള വീടിൻ്റെ ഹോം ടൂറൊക്കെ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിലൂടെ. അപ്പം അവർ ഇവിടെ നാട്ടിലല്ല, അവർ വെളിയിലാണ്. അപ്പോൾ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അവൾക്ക് ഈ മാസം തന്നെ പോകണം. അതുകൊണ്ട് അതിന് മുമ്പ് എല്ലായിടത്തും ഒന്ന് ഓടി കയറി ഇറങ്ങി ഒന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പം നാളെ രാവിലെ അങ്ങ് പോകും. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങൾക്ക് പോകണം. പോയേച്ച് അവിടുന്ന് വന്ന് പിന്നെ പോയിട്ട് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അച്ഛനെ കണ്ണിനൊന്നും കൊണ്ടുവന്നില്ല. ഞാനും ചേട്ടനും അവരോട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മസാല ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ സാധാ ദോശയായിരുന്നു. അപ്പോൾ ഇന്ന് മസാല ദോശ ആക്കിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആദ്യത്തെ ഞാൻ ദോശ ഉണ്ടാക്കിയത് അങ്ങ് ചെറിയ ദോശയായി പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇത് സെറ്റാക്കി. അപ്പം മസാല ദോശയുടെ മസാല ഒന്നും കാണിക്കാത്തതെന്നു വെച്ചാൽ ഇതിന് മുമ്പത്തെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇനി കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറേ കൂടെ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളുണ്ടാക്കുമ്പോൾ ആവശ്യപ്പെടുമല്ലോ, ഒന്നതായിരുന്നു മസാല കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കാണിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദോശ സെറ്റായി കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുത്തു. എല്ലാവരും കഴിച്ചൊക്കെ പോകാനൊക്കെ തുടങ്ങുന്നു. സ്കൂളിൽ കൊടുത്തു വിടുകയും ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അനിയത്തി വരുന്ന ദിവസമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് 4 മണിക്കാകുമ്പോഴത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ വീഡിയോസൊക്കെ മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞ് ഞാനും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അനിയത്തിയൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. ഒന്നും നടന്നില്ല. ഞാൻ മറന്നുപോയി അവളെ കണ്ടപ്പോഴത്തേക്ക്. ഒത്തിരി നാൾ കൂടി നിന്ന് കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ എല്ലാം മറന്നുപോയി. അതെല്ലാം കഴിച്ച് വൈകിട്ട് ഞങ്ങളുടെ നമ്മുടെ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയായിരുന്നു പിന്നെ വൈകിട്ടത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ കണ്ണനും വന്നില്ലായിരുന്നു, അവർ വീട്ടിലായിരുന്നു. ഞാനും ചേട്ടനും പിന്നെ ഇവർ രണ്ടുപേരും കുഞ്ഞും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബീഫും ചിക്കനും അവിയലും തോരനും സാമ്പാറും ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി ചപ്പാത്തിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഒത്തിരി രാത്രി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ച് ഇനി ഞങ്ങൾ ഇറങ്ങാനൊക്കെ തുടങ്ങുവാണ്. മോത്താടാ ജിതമ്മയുടെ ഷോളൊക്കെ നോക്കി. ഇപ്പൊ രാത്രി യാത്രയില്ല എല്ലാരോടും, എല്ലാരും ഇറങ്ങാം. ഇല്ല ഇട്ടു കണ്ടോ. എന്നിട്ട് വേണം എനിക്കൂടെ തന്നെ ചേച്ചിക്ക് കൂടെ. അപ്പൊ ഇത് യൂട്യൂബിൽ നിന്ന് മാറിയിട്ട് എനിക്ക് വേണ്ടേ, വേറെ ആരുടെ നിർത്തേണ്ട എടുത്താടി കൈ കിട്ടിയപ്പോഴാണ് നിന്റെ കണ്ടത്. 4 ജോസിന മാറി പോവാണേ. അല്ലെന്ന് അതുപോലെ മറുകുള്ള ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന്. എല്ലാവരൊക്കെ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞതേ ഇല്ല അവിടെ ഇരുന്നിട്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നെല്ലാം പറഞ്ഞ് കളിയാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞെങ്കിൽ പിള്ളേർ വീട്ടിൽ തനിച്ചാന്നുള്ളത് ഇറങ്ങുമ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. പിള്ളേർ തനിച്ചല്ലേ നമുക്ക് വേഗം വീട്ടിലെത്തണമെന്നൊക്കെ പറയും, പക്ഷേ സമയമാകുമ്പോഴത്തേക്ക് പിന്നെയും വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ അന്ന് പിന്നെ വീട്ടിൽ വന്നു വെച്ച് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ആരും പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല, എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഇനി പിന്നെ രാവിലത്തെ വീഡിയോസൊക്കെയാണ്. അപ്പോൾ രാവിലെ ഞാൻ വെളുപ്പിന് എണീറ്റ് എല്ലാവരും എണീക്കുന്നതിന് മുന്നേ ഞാനങ്ങ് എണീറ്റ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ പതിവ് ഇത് തന്നെ അടുക്കളയിലേക്ക് ഉള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന
സാധനങ്ങളൊക്കെ ആയിരുന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് എല്ലാവരും കഴിച്ചൊക്കെ വന്നുകൊണ്ട് പിന്നെ ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കുവാണ്. അപ്പോൾ മുളക് പൊടി, മസാലപ്പൊടി ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലാം കഴുകി എല്ലാം അതിലൊന്ന് വരഞ്ഞൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ചിക്കൻ പുരട്ടി വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി എണ്ണയും കൂടെ പെട്ടെന്ന് ഒഴിക്കുന്നുണ്ട്. അല്ലാതെ വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ലേ. അപ്പം ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊരു സാധനം കൂടെ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. കുരുമുളക് ചേർക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അത് ഇതെല്ലാം ഒന്ന് കുഴച്ച് വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്നതോ ഒന്ന് ഇതിനകത്ത് മറന്നല്ലോ എന്നോർത്ത്. അങ്ങനെയാണ് പിന്നെ കുരുമുളക് ചേർക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ കുരുമുളക് ഞാൻ എപ്പോഴും ടിന്നിനകത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ എണ്ണ എടുക്കുമ്പോഴും എല്ലാ ടിന്നുകളും എടുത്ത് വെച്ചാണ് ഞാൻ അതിന് വേണ്ട മസാലയൊക്കെ റെഡിയാക്കുന്നത്. കാര്യമല്ല എന്നതെങ്കിലും ഒന്ന് വിട്ടുപോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അന്ന് കുരുമുളക് പൊടിച്ച് മിക്സി തന്നെ വെച്ചേക്കുമായിരുന്നു. ഇതിനകത്ത് ടിന്നകത്ത് ഇട്ട് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എടുത്ത് വെച്ച് ഞാൻ അന്നേരം തന്നെയാണ് കേട്ടോ, ഒത്തിരി താമസമൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിനുള്ള മസാലയൊക്കെ പുരട്ടി ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ, ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളതിൻ്റെ. ഇപ്പോൾ രാവിലെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അടുപ്പിൽ തീയെല്ലാം ഇനി കത്തിച്ച് നല്ലപോലെ തീക്കനലും ഇപ്പോൾ ചിരട്ട കുറേ ഉള്ളതുകൊണ്ട് നല്ലപോലെ തീക്കനലാക്കിയതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതെല്ലാം ഒന്ന് പുരട്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേച്ച് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കാണ്ട് നമ്മുടെ ഗോതമ്പൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിഷ്ടമാണ്, അച്ഛനും ഇഷ്ടമാണ്, പിന്നെ എൻ്റെ അനിയനും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണ്ടി ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ച് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് ഞാനിങ്ങനെയാണ് കേട്ടോ. പുതുതായിട്ടൊക്കെ വന്നവർക്കൊക്കെ ആണ് പറയുന്നത്. കാര്യം നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണക്കാരുടെ ചിക്കൻ ഗ്രില്ലിങ് ഇങ്ങനെയാണ്. കാര്യം നമ്മുടെ പുകയില്ലാത്ത അടുപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അതിനകത്ത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒരു സൈഡിൽ കൂടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ചപ്പാത്തി ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചപ്പാത്തി ഞാൻ ഇന്ന് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തീയിലങ്ങ് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ എപ്പോഴും ഉണ്ടാക്കുന്ന രീതി തന്നെ അന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു ഇത് പാടാണ്, താമസമാണ്. പക്ഷേ ഇത് പെട്ടെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി എന്ത് പെട്ടെന്ന് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞതെന്ന് ചോദിച്ചു. അവളത് ഞാൻ പറഞ്ഞു എൻ്റെ അനിയത്തിനെ കേട്ടോ. പെട്ടെന്ന് നമുക്കിതാണ് എളുപ്പം. അപ്പം എന്നോട് അവളും പറഞ്ഞു പെട്ടെന്ന് ഇത് ചുട്ടെടുക്കാനും പറ്റുന്നുണ്ട്, നല്ലപോലെ പൊള്ളി വരുന്നുണ്ട്. സാധാരണ ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചി പറഞ്ഞാലേ, ജീന പറഞ്ഞാലേ, ഈ പ്രാവശ്യം ഞാൻ സാധാരണ ഗോതമ്പൊടി മേടിക്കുന്നതല്ലേ. ഈ സാധാരണ ഗോതമ്പൊടിയിലാണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ലപോലെ പൊള്ളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ ആശീർവാദിൻ്റെ പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒരു സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുട്ടൊരു സൈഡിൽ കൂടെ റെഡിയായി. പുട്ടി ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചോറ് ചേർത്ത് അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് രാവിലെ നമുക്ക് എല്ലാവർക്കും ഉള്ള സമയത്തുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തോർത്ത് വീഡിയോ എടുക്കുന്നതാണ്. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി നാൾ കൂട്ടിയിരുന്ന് കണ്ടുകൊണ്ട് കഥ പറഞ്ഞാലും തീരെയല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. പണ്ടേ ഞങ്ങൾക്ക് കഥ പറച്ചിലാണ്. ജയ ചേച്ചി അജിത ചേച്ചിയൊക്കെ ഒന്നിച്ച് കൂടുന്ന സമയത്ത് ഞാൻ ഓർക്കും, എപ്പോഴും ഇവിടെ കാര്യം ഓർക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ കഥ പറയാനേ നേരുള്ളൂ. ഞങ്ങൾക്ക് കൂടുതൽ ഒരാളും കൂടെ ഉള്ളൂ കേട്ടോ, ഞങ്ങളുടെ മൂത്ത ചേച്ചി ഇപ്രാവശ്യം വന്നിട്ടൊക്കെ കാണാനും പറ്റിയില്ല. ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിർത്തുകയല്ല ഞങ്ങളുടെ കഥ പറച്ചിൽ. അങ്ങനെ ഞങ്ങൾ ഈ 3 പേരും കൂടെയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചപ്പാത്തിയെല്ലാം റെഡിയാക്കി അതെല്ലാം സെറ്റാക്കി പെട്ടെന്ന് ചപ്പാത്തിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പിള്ളേരും ഒക്കെ എണീറ്റ് ഇന്ന് അച്ഛൻ കണ്ണനൊക്കെ ലീവാണ്. 2 പേര് സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ചപ്പാത്തിക്ക് രാവിലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്ത് കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട്. പക്ഷേ പുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു പുട്ടിന്. അപ്പം അങ്ങനെ കൊച്ച് രാവിലെ എണീറ്റ് വന്നിരുന്ന്, അവനാണെങ്കിൽ മലയാളം അറിയത്തില്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ട് അവന്. എന്നുവെച്ചാൽ അച്ഛനോടും കണ്ണനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. വലിയൊരിടത്ത് അവന് മലയാളം പറയാൻ ഭയങ്കര പേടിയാണ്, തെറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ആകെപ്പാടെ മൂടോഫായിട്ടിരിക്കും. പിന്നെ അച്ഛൻ്റെയൊക്കെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ചില വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവളെ എന്നെ എല്ലാവരും പറയും കേട്ടോ, ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറയും. ഞങ്ങൾ ഇരട്ടകളാണോ എന്ന് വരെ പണ്ട് ചോദിക്കുമായിരുന്നു. അതുപോലെ ഷേപ്പ് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വെക്കും കൂടെ ആയിട്ട്. അപ്പോൾ അവർ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് പോകണേ. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ DSP എന്ന് പറഞ്ഞ കടയുണ്ട്, അവിടെ നല്ല ഷാർജ കിട്ടും. ഇവർക്ക് അവിടെ അതൊക്കെ കിട്ടാണ്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ ഇവൾ പറഞ്ഞു ഒത്തിരി കാലമായി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും പോയിട്ട് വാ. അപ്പം ഞാനും കൂടെ പോകാനായിട്ട് നിന്നാൽ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും താമസിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഞാനിവിടെ അന്നത്തേക്കെല്ലാം റെഡിയാക്കാം. അപ്പോൾ അവൾ ഒത്തിരി എന്നെ വിളിച്ചു, ചേച്ചി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ പോയിട്ട് വാ, അവരൊക്കെ പോയിട്ട് വരട്ടെ എന്ന് ഓർത്തു. പിന്നെ എനിക്കങ്ങ് അടുക്കളയിൽ ഇച്ചിരി കൊണ്ട് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും അങ്ങ് മടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഷാർജയൊക്കെ കുടിക്കാനായിട്ട് പോകണം. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഷാർജ കുടിക്കാൻ പോകുന്ന DSP അവരുടെ കട ഇച്ചിരി കൊണ്ട് വലുതാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെ ഇതുവരെ ഞാൻ പോയില്ല. അച്ചും കണ്ണനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ഇനി ഒരു ദിവസം പോകണം. അവിടുത്തെ ഷാർജ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അഡിക്റ്റായി പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് അവരത് ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾ തന്നെയല്ല, ഈ പ്രദേശത്തുള്ള മിക്കവരും അവിടുത്തെ ഷാർജയ്ക്ക് അഡിക്റ്റാണ്.
അതുകൊണ്ട് അവരതൊക്കെ ഒന്ന് കഴിക്കേണ്ട. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ള കിട്ടുമല്ലോ. അപ്പോൾ അവിടെ പോയി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവരെ കൊണ്ട് പുറത്തോട്ട് പോകാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് കറി വെക്കാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ബീഫൊക്കെ ഇന്നലെ മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വേവിക്കാനായിട്ട് അടുപ്പിലോട്ടൊക്കെ വെച്ചു. പിന്നെ മീൻകറി വെക്കാനായിട്ടും ഉണ്ടായിരുന്നു. മീൻകറിയൊക്കെ വെക്കാനായിട്ടുള്ള മീനും ഒക്കെ എടുത്ത് റെഡിയാക്കി. അപ്പോൾ കക്കാർച്ചി കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ കുറച്ച് കക്കാർച്ചി അതും ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനും എല്ലാം കഴുകിയെടുത്ത് ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളും ഒക്കെ എല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ പെട്ടെന്നെല്ലാം റെഡിയായി കേട്ടോ. വലിയ താമസമൊന്നും വന്നില്ല. അപ്പോൾ അവർക്കിന്ന് പോവുകയും ചെയ്യണം. അപ്പം ഉച്ചക്കത്തേക്കുള്ള കറിയും എല്ലാം റെഡിയായി. അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. രാവിലത്തെ കാപ്പി കുടിച്ച് കഴിഞ്ഞുകൊണ്ടല്ലേ ഷാർജയൊക്കെ കഴിച്ചത്. പിന്നെ വെച്ചാൽ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് സ്വയം പുകഴ്ത്തു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അവരുടെ അടുത്ത് നല്ലപോലെ ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടിയില്ലെന്നേ. ഒന്നാമത് അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് പോകാൻ ധൃതിയായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഫുഡ് കൊടുത്തിച്ച് വേണം ഇവരെ വിടാനായിട്ട്. അതിൻ്റെ ഒരു ധൃതിയും കൂടെ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് നല്ല രീതിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു. പിന്നെ കക്കാർച്ചി റോസ്റ്റ് ഉണ്ടായിരുന്നു. മോരുകറി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ കൂട്ടി എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും ഊണൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞേച്ച് ഇനിയിപ്പോൾ ഇവർ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഇവർ ചെന്ന് വീട്ടിലോട്ട് ആണ് പോകുന്നത്. ഇവർ പൊൻകുന്നത്താണ് താമസിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഇവർ പോകുന്നത്. അപ്പം ഇവരെ ഞങ്ങൾ കൊണ്ടുവിടാനായിട്ടാണ്. അപ്പോൾ ഇവരെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് റെഡിയാകാമെന്ന് പറഞ്ഞപ്പോൾ അച്ചും ജിതുമോളും കൂടെയാണ് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളമ്പിയൊക്കെ കൊടുക്കുന്നതിലേക്ക് പെട്ടെന്ന് ഞാനൊന്ന് റെഡി ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാകാനൊക്കെ കയറി. അപ്പോൾ അവളെല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഊണെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി പൊൻകുന്നത്തിനാണ് പോകുന്നത് ഇവരുടെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ ഇതിന് പണ്ടത്തെ വീഡിയോയിലൊക്കെ ഇവരുടെ വീടിൻ്റെ കയറി താമസ സമയത്തൊക്കെ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി പുറകിൽ കിടക്കുന്നത് തുടങ്ങിയ സമയത്തൊക്കെ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ആയിരുന്നു ഹോം ടൂറൊക്കെ വെച്ചത് വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് ഇനി നല്ലൊരു ചെറിയൊരു മഴയും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൊന്ന് പെയ്തു കേട്ടോ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അന്ന് കയറി താമസത്തിനന്ന് വന്നാണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങ് പോയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. കാര്യം ഇവർ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ടായിട്ട് വരത്തില്ല. എൻ്റെ എത്ര നാൾ നട്ടെന്നറിയാം. കട്ടമുല്ലയുടെ എവിടെയാണ് മുന്തിരി? ഞാൻ കണ്ടില്ല ഇതുവരെയായിട്ടും. ഓ അങ്ങ് ആ കണ്ട് ലാൽച്ചാൻ്റെ അവിടെ അതേസമയം മുന്തിരി പെട്ടെന്ന് കാ പിടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നല്ല പൂക്കൾ കെട്ടിയിടാമെങ്കിൽ നല്ല ഇതായിട്ട് ഇടക്കെ. ചെടിയെല്ലാം നല്ല രസമുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നാണോ റോസൊക്കെ? ഇവിടെ 2 ഗേറ്റ് ഉണ്ടായിരുന്നല്ലേ? ഇവിടെ എല്ലാം പിന്നെ ചെടി നിൽക്കായിരുന്നു. വണ്ടിയൊന്നും കേട്ടാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയറി വരുന്നിടത്താണ് കല്ലിട്ടേക്കുന്നില്ല. നമ്മളിപ്പോ വണ്ടി കയറ്റിയതാണ്. അവിടെയും ചെടി തന്നെ വിളിച്ചു വെച്ചേക്കാണ്. എല്ലാം പറിച്ചു അങ്ങനെ വെക്കുന്ന ആവശ്യമില്ല. ചട്ടിയിൽ ഇങ്ങനെ വെക്കുന്ന നല്ലതാണ്. മറ്റേ ടെറസില്ല. നമുക്ക് അത് തുറന്നെടുക്കാം. അന്ന് വന്നപ്പോഴത്തേക്ക് കയറി താമസമല്ലായിരുന്നു അന്ന്. പക്ഷെ ഹോം ടൂർ ചെയ്തായിരുന്നു ഞാൻ. അന്ന് പിന്നെ ചെടികളും ഒന്നുമില്ല ഇത്രയും. അന്ന് ചെമ്പരത്തിയൊക്കെ കുഞ്ഞായിരുന്നു. ഇത് ചെടിയാണോ ഇവിടെ ഈ നിൽക്കുന്നതല്ലോ? ഇത് വെള്ളയാന്ന് തോന്നുന്നു. അതോ മഞ്ഞയാണോ? ബന്ദി ഞാൻ പറഞ്ഞില്ല. ജമന്തി ബന്ദി അല്ല ജമന്തി. ഇവിടൊക്കെ വീടായ നിങ്ങൾ വരുമ്പോ ഇവിടെ പണിയില്ല. ഇവിടെ നമ്മൾ മെയിൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് രാത്രി അടയ്ക്കുന്ന ഗേറ്റ് ആണോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു ഗേറ്റ് അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറുന്നിടത്ത് ഗേറ്റ് ഉണ്ടോ? വീടിന്റെ വേണ്ട. ഞാൻ ഇവിടെ അത്രിപ്പൂ അല്ലേ? വേണ്ട അല്ല കാക്കപ്പൂ. അത്രിപ്പൂ പൊടി. നമുക്ക് ഈ ചെടി എവിടെ കണ്ടാലും. ഈ മാവ് കായ്ച്ചാണോ നിക്കുന്നേ? ഇത് കായ്ച്ചാണോ ചേച്ചി? ഇതിന്നായിരുന്നു പറിച്ചത്. നമുക്കും ബഡ് മാവുണ്ട് അവിടെ. കിണർ അവിടെ അല്ലേ? മേടിച്ച സ്ഥലം അല്ലേ?
കരിയാപ്പുണ്ടല്ലോ അവിടെ. ഒരുമാതിരി ഏതാണ്ടൊക്കെ ഉണ്ട്. ഉം, ഉം, ഉം. പിന്നെ ആ ഭിത്തിയില് മറ്റേ ചെടി കയറ്റി വിട്ടിട്ടുണ്ട്. അത് ഓർക്കിഡല്ലേ? ഏതാ? അല്ല അതെന്നാ എന്നാ വാഴ എന്തോ എന്നാ വാഴ വെച്ചത് പല സൈസ് ഉണ്ട്. ആ അത് ശരി. എന്റെ വാഴ ഇങ്ങനെ കമ്പ് പോലെ ആ ആ ആ, അങ്ങനെ ഒരു, ആ. അതിങ്ങനെ സ്ഥിരം ഉണ്ടാകുന്നുണ്ട് ഞാൻ. ഇത് പക്ഷെ പൂരസമുണ്ട്. ആണോ? അല്ലേ? ഓ, ഇതിന്റെ പേര് പോയേക്കുന്നുണ്ട് ആ ചെടിയുടെ അതിന്റെ ഭയങ്കര പക്ഷെ ഇതത്ര ഇതില്ല ഇത് കണ്ട ആ കുഞ്ഞത്. പോയോ? ഏടി വെട്ടുക കാണടി ഇത് മോളെ ഇരിക്കുന്നത്. അത് ആ അതെ എനിക്കൂടെ. ഇവിടെ ചെടിയൊക്കെ ആയല്ലേ? അന്ന് വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തായിരുന്നു. അതിനിവിടെ ഇത്ര ഇങ്ങനെ ആക്കി. പക്ഷെ ഇവിടെ ഊഞ്ഞാലിടാങ്ങിയതല്ല. അങ്ങനെ അവരെ അവിടെ ആക്കിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. അവളെ ആക്കിച്ച് പോകുന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നത് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. പണ്ടും ഇതുപോലെ ഇവളുടെ അടുത്തുനിന്ന് പോകുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടമാണേ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അവരുടെ അടുക്കളയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓപ്പൺ അടുക്കളയാണേ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി വിശദീകരിച്ചൊന്നും എടുത്തില്ല, ചുമ്മാ ഒന്ന് ഓടിച്ചെന്ന് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. എൻ്റെ ഹോം ടൂറിനകത്ത് എല്ലാം വിശദമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇനി റാന്നിക്ക് പോരുവാണ്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട ആരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു